filter. Trickling filter consists of tanks of coarser filter media over which sewage is allowed to sprinkle or trickles down by means of spray nozzles or rotary distributors. The percolating sewage is collected at the bottom of the tank through a well-designed under-drainage system. The purification of the sewage is brought about mainly by the aerobic bacteria which form a bacterial film around the particles of the filtering media. ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ സപ്ലൈയിൽ പഠിച്ച അതേമാതിരി തന്നെയാണ് ഫിൽറ്റർ മെറ്റീരിയൽ. ഇതിലിപ്പോൾ ഫിൽറ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫിൽറ്റർ മീഡിയയാണ്, കോഴ്സ് അഗ്രിഗേറ്റ്സ് ഓർ സ്ലാഗ്. ഇനി ഇതിൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എയ്റോബിക് ട്രിക്ലിംഗ് ഫിൽറ്റർ ഈസ് ആൻ എയ്റോബിക് യൂണിറ്റ്, എയ്റോബിക് ബയോളജിക്കൽ യൂണിറ്റ്. ആൻഡ് ദ ഫിൽറ്റർ മെറ്റീരിയൽ size of the filter media ranges from 25 to 75 millimeter and depth of the filter media ranges from 2 to 3 meter. And this trickling filter are generally constructed above the ground. They may be either rectangular or more generally circular in shape. Then even rectangular filters are provided with a network of pipes having fixed nozzles which spray the incoming sewage into the air, which then falls into the bed of filter under gravity. Circular filter tanks on the other hand are provided with rotary distributors having a number of distributing arms. Generally 4 arms are used. And these distributors rotate around a central support either by an electric motor or more generally by the force of reaction between the sprays. And the rate of revolutions varies from 2 rpm for small distributors to less than half rpm for large distributors. And these distributing arms should remain about 15 to 20 centimeter above the top surface of the filtering media. And നേരത്തെ പറഞ്ഞ types of trickling filter, 2 type, low rate, high rate. The main difference എന്ന് പറഞ്ഞത് recirculation system. ആ difference between low rate and high rate trickling filter വളരെ important ആണ്. ഇനി എഫിഷ്യൻസി ഇതിൽ ഹൈ റേറ്റ് മാത്രമേ റീസർക്കുലേഷൻ സിസ്റ്റം ഉള്ളൂ. ആ എഫിഷ്യൻസി ഓഫ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ നേരത്തെ പറഞ്ഞു വോളിയം ഓഫ് ദ റീസർക്കുലേറ്റഡ് ഫ്ലോ ആൻഡ് ദ ഓർഗാനിക് ലോഡിംഗ്. ഇനി ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇനി റീസർക്കുലേറ്റഡ് എഫിഷ്യൻസി ഓഫ് എ ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ, അതാണ് ആ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.0044 ഇൻറ്റു റൂട്ട് യു, വെർ യു ഈസ് കോൾഡ് ദ യൂണിറ്റ് ഓർഗാനിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലോഡിംഗ് ഇൻ കിലോഗ്രാം പെർ ഹെക്ടർ മീറ്റർ പെർ ഡേ അപ്ലൈഡ് ടു ദ ഫിൽട്ടർ. യൂണിറ്റ് ഓർഗാനിക് loading. U means the unit organic loading. Unit organic loading എന്ന് പറഞ്ഞാൽ എന്താ? Mass of BOD per unit volume of the filtering media per day. Mass of BOD per unit volume of the filtering media per day is called organic loading. അപ്പോൾ ഇവിടെ യു എന്ന് പറഞ്ഞത് യൂണിറ്റ് ഓർഗാനിക് ലോഡിംഗ്, അവിടെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കിലോഗ്രാം പെർ ഹെക്ടർ മീറ്റർ പെർ ഡേ അപ്ലൈഡ് ടു ദ ഫിൽറ്റർ. ആൻഡ് ദിസ് ഇക്വേഷൻ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു 100 ബൈ 1 പ്ലസ് 0.0044 ഇൻറ്റു റൂട്ട് യു, ആ ഇക്വേഷനാണ് NRC ഇക്വേഷൻ. NRC മീൻസ് നാഷണൽ റിസർച്ച് കൗൺസിൽ, NRC ഇക്വേഷൻ. അപ്പോൾ NRC ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം.
100 divided by 1 plus 0.0044 into U. U is the unit organic loading, that is organic loading in kilogram per hectometer per day. Second case എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഹൈ റേറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ the volume of recirculated flow and the organic loading. അപ്പോൾ ഹൈ റേറ്റ് പറയുമ്പോൾ അതിൽ തന്നെ റീസർക്കുലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജും ഉണ്ട്, 2 സ്റ്റേജും ഉണ്ട്. സിംഗിൾ സ്റ്റേജ് റീസർക്കുലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് ആണെങ്കിൽ ദ ഇൻഫ്ലുവൻറ്റ് എൻറ്റേഴ്സ് ഇൻ ടു പ്രൈമറി ക്ലാരിഫയറിൽ നിന്ന് ട്രിക്ലിംഗ് ഫിൽട്ടർ, ദെൻ ട്രിക്ലിംഗ് ഫിൽട്ടറിൽ നിന്ന് സെക്കൻഡറി ക്ലാരിഫയർ, ദെൻ അത് കഴിഞ്ഞിട്ട് എഫ്ലുവൻറ്റ് എവിടേക്കാണോ ഡിസ്പോസ് ചെയ്യുന്നത് അത്. ഈ സെക്കൻഡറി ക്ലാരിഫയറിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് റീസർക്കുലേറ്റഡ് ടു, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നിൽ പ്രൈമറി ക്ലാരിഫയറിലോട്ട് റീസർക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ റീസർക്കുലേറ്റഡ് ഫ്ലോ ഡയറക്റ്റ് ഡോസിങ് ടാങ്ക് ഓഫ് ദ ട്രിക്ലിംഗ് ഫിൽട്ടർ. അപ്പോൾ ഏത് ഇതിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ സിംഗിൾ സ്റ്റേജ് റീസർക്കുലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രൈമറി ക്ലാരിഫയർ, ഒരു ട്രിക്ലിംഗ് ഫിൽട്ടർ, ഒരു സെക്കൻഡറി ക്ലാരിഫയർ. ഇനി 2 സ്റ്റേജ് റീസർക്കുലേഷൻ പ്രോസസ്സ് ഉണ്ട് എങ്കിൽ ഈ സെക്കൻഡറി ക്ലാരിഫയർ കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒരു ട്രിക്ലിംഗ് ഫിൽട്ടർ, ആ ട്രിക്ലിംഗ് ഫിൽട്ടറിൽ നിന്ന് വീണ്ടും അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ ഒരു സെക്കൻഡറി ക്ലാരിഫയർ, അവിടെ നിന്ന് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യാം. ആ ഫിഗർ ഞാൻ നോട്ട് അയക്കും, അതിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട മതി. ഈ ഫ്ലോ ചാർട്ടല്ല, എല്ലാം കൂടെ ഇതിനകത്ത് നിൽക്കില്ല. അപ്പോൾ സിംഗിൾ സ്റ്റേജ് റീസർക്കുലേഷൻ പ്രോസസ്സ് ആണെങ്കിൽ the primary influent enters into primary clarifier, then trickling filter, secondary clarifier, again part of the effluent is recirculated to the primary clarifier or to the dosing tank of the filter. And the efficiency of the high rate trickling filter eta is equal to 100 divided by 1 plus 0.0044 into root y by v into f. സെയിം ഇക്വേഷൻ തന്നെയാണ് ലോ റേറ്റ് പറഞ്ഞ മാതിരി 100 divided by 1 plus 0.0044 into root u, യുവിന് പകരം y by v into f. This term y by v into f is called unit organic loading, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് സിംഗിൾ സ്റ്റേജ് റീസർക്കുലേഷൻ പ്രോസസ് ആണെങ്കിൽ സിംഗിൾ സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ eta is equal to 100 divided by 1 plus 0.0044 into root of y by v into f. ഇത്രയും ടേം ഒരുമിച്ച് പറയുകയാണെങ്കിൽ y by v into f is called unit organic loading or u. ഇനി y എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ y എന്ന്, y means the total organic loading in kilogram per day applied to the filter. That means the total BOD in kilogram. y എന്ന് പറഞ്ഞത് BOD. V എന്ന് പറഞ്ഞാൽ വി ഫിൽറ്റർ വോളിയം ഇൻ ഹെക്ടർ മീറ്റർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെക്ടർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഈ ഇക്വേഷൻ പ്രോബ്ലം എപ്പോഴും ചെയ്യുമ്പോൾ തെറ്റിക്കാറുള്ളതാ. വി എന്ന് പറഞ്ഞത് വോളിയം ഓഫ് ഫിൽറ്റർ ഇൻ ഹെക്ടർ മീറ്റർ. എഫ് എന്ന് പറഞ്ഞാൽ റീസർക്കുലേഷൻ ഫാക്ടർ. റീസർക്കുലേഷൻ ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു. റീസർക്കുലേഷൻ ഫാക്ടർ എഫ് ഈക്വൽ ടു 1 പ്ലസ് r by I divided by 1 plus 0.1 r by I the whole square. ആ ഇക്വേഷൻ വെച്ചിട്ട് F കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഫിഷ്യൻസി ഓഫ് സിംഗിൾ സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് 100 divided by 1 plus 0.0044 into root of y by v into f. Y is the total BOD in kilogram applied to the filter. V is the volume of the filter in hectare meter, and F is a recirculation factor. Recirculation factor F equal to 1 plus r by I divided by 1 plus 0.1 r by I the whole square. And in case of 2-stage high rate trickling filter, efficiency eta dash equal to 100 divided by 1 plus 0.0044 divided by 1 minus eta into root of y dash by v dash into f dash, where y dash means ഇവിടെ eta dash എന്ന് പറഞ്ഞ efficiency of 2-stage high rate trickling filter, y dash total BOD in effluent from first stage in kilogram per day. Y dash എന്ന് പറഞ്ഞത് ആ ആദ്യത്തെ ഇപ്പോൾ ഇവിടെ സെക്കൻഡറി ക്ലാരിഫയർ കഴിഞ്ഞു, ആ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റിൽ
BOD, total BOD in effluent from first stage in kilogram per day. V dash is the volume of the second stage filter in hectometer. യൂണിറ്റ് വ്യത്യാസമില്ല, ഹെക്ടർ മീറ്റർ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ വോളിയമാണ് V dash. V dash is the volume of second stage filter in hectometer and F dash is the recirculation factor for the second stage filter. F dash നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സാധാരണ കേസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് F dash എന്ന് പറഞ്ഞത് മറ്റേ എഫിൻ്റെതിന് സെയിം വാല്യൂ തന്നെ എടുക്കുക. അപ്പോൾ ഇത്രയാ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട രണ്ട് ഇക്വേഷൻ. അപ്പോൾ ആ ഫസ്റ്റ് ഇക്വേഷൻ ഇത് ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി. ഇത് രണ്ടും ഹൈ റേറ്റിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററും 2 സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ. അപ്പോൾ ഇത് എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഇതാണെങ്കിൽ ഫസ്റ്റ് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എഫിഷ്യൻസി ഓഫ് സിംഗിൾ സ്റ്റേജ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ, ഇതെന്ന് പറഞ്ഞത് എഫിഷ്യൻസി ഓഫ് 2 സ്റ്റേജ്